ഇന്ത്യയിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പീഡന കേസിൻ്റെ ഒരു പരമ്പര തന്നെ കാണാം അല്ലേ. 2012 നിർഭയ കേസ് എല്ലാവർക്കും അറിയാം. ഇന്ത്യ മൊത്തം കോരി തിളപ്പിച്ച ഒരു കേസായിരുന്നു. അതിൽ നിർഭയ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത്. ക്രൂരമായിട്ട് കൊന്നത് 4-5 പേര് കൂടിയിട്ട്. അതിൽ ഏകദേശം 2-3 പേരെ തൂക്കിക്കൊന്നു. ബാക്കിയുള്ള ഒരാൾ ജുവനലാന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു. പിന്നെ ഒരാൾ തൂങ്ങി മരിച്ചു. അതിൻ്റെ വിധി വന്നത് കുറച്ച് മുമ്പാണ് കേട്ടോ. അതിന് ശേഷം ഉണ്ടായിട്ട് ജിഷ, സൗമ്യ, അതും കൊന്നതൊക്കെ വളരെ പീഡിപ്പിച്ച് ഭയങ്കര ക്രൂരമായിട്ട്. നിർഭയയുടെ കാര്യം തന്നെ എടുക്കാം. ക്രൂരതയുടെ അങ്ങേ അറ്റം അതിന് വാക്കുകളില്ല. അത്രത്തോളം വേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായാണ് ആ കുട്ടിയെ കൊന്നത്. ജിഷയുടെ കേസ് എടുത്ത് നോക്കിയാൽ അതുപോലെ തന്നെ, സൗമ്യയുടെ കേസ് എടുത്ത് നോക്കിയാൽ അതുപോലെ തന്നെ. ജിഷയുടെ കേസായാലും സൗമ്യയുടെ കേസായാലും കേരള ജയിലുകളിൽ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ പ്രതികൾ ഫുഡൊക്കെ അടിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു കേരളത്തിൽ. ഡോക്ടർ വന്ദന, എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴും അവരുടെ അച്ഛനമ്മ അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ സാധനവും എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ അവരെ ദഹിപ്പിച്ച സ്ഥലമുണ്ടല്ലോ, എനിക്കതിൻ്റെ കറക്റ്റ് വേർഡ് അറിയില്ല, അവിടെ ഇപ്പോഴും തിരി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ അറിയില്ല, എന്നാലും ഞാനത് കണ്ടതുകൊണ്ട് പറയാണ്. നമ്മളെ നെഞ്ച് കലങ്ങിപ്പോവും അത് കാണുമ്പോൾ, നെഞ്ച് കലങ്ങിപ്പോവും. അതുപോലെ തന്നെ എത്രയോ ആളുകൾ, പെൺകുട്ടികൾ, പിന്നെ ചെറിയ കുട്ടിയെ കൊന്നത്, പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നത് കാര്യം കൊച്ചിയിൽ. എന്നിട്ട് ആ കുട്ടിയെ എടുത്ത് കൊണ്ടുപോയിട്ട് ചവറിൽ കൊണ്ടുപോയിട്ടു, വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത്. അങ്ങനെ പീഡനത്തിൻ്റെ ഒരു പരമ്പര, പീഡനം പ്ലസ് കൊലപാതകം, ഇതിൻ്റെ ഒരു പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അറിവിലുള്ള ഇൻഫോർമേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ആർക്ക് ശിക്ഷ കിട്ടി? നിർഭയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശിക്ഷ കിട്ടി, അല്ലാത്ത ഒന്നിനും കറക്റ്റ് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതാണ് സത്യം, വാസ്തവം. അതാണ് വാസ്തവം, ഉള്ളു തുറന്ന് പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വീണ്ടും ഇതുപോലത്തെ കേസുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം അടുത്ത് ഈ മാസം ആഗസ്റ്റ് മാസം നടന്നൊരു സംഭവത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇത് നടക്കുന്നത് കൊൽക്കത്തയിലാണ്, വെസ്റ്റ് ബംഗാൾ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് സംഭവം നടക്കുന്നത്. മൃഗീയമായിട്ട് അവിടുത്തെ ഒരു വിദ്യാർത്ഥിനി, PG വിദ്യാർത്ഥിനി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടു. ഈ വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ഇന്ത്യ മൊത്തം പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ട്. എല്ലാ കോളേജുകളിലും, എല്ലാ മെഡിക്കൽ കോളേജുകളിലും വിദ്യാർത്ഥികൾ അണിനിരുന്നതിന് വേണ്ടി ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളിലോട്ടാണ് വരുന്നത്. എന്താണ് സംഭവം എന്നും അതിൻ്റെ കാരണത്തിലോട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇത് നടക്കുന്നത് ആഗസ്റ്റ് 8-ാം തീയതി 2024 ഈ മാസമാണ്. ഈ ഹോസ്പിറ്റലിൽ, ആർജിക്കാർ ഹോസ്പിറ്റലിൽ PG വിദ്യാർത്ഥിനിയായിട്ടുള്ള ആ കുട്ടിയുടെ പേര് പറയുന്നില്ല, ആ വിദ്യാർത്ഥിനി തൻ്റെ ജോലി കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം ക്ഷീണിതയായ കുട്ടി സെമിനാർ ഹാളിലോട്ട് പോവുകയും അവിടുന്ന് കുറച്ച് പഠിച്ചതിന് ശേഷം അവിടുന്ന് മയങ്ങി കിടന്നുറങ്ങി. പിറ്റേന്ന് 9-ാം തീയതി റൂം ക്ലീൻ ചെയ്യാൻ വന്ന ആൾ കണ്ട കാഴ്ച ഷോക്കിംഗ്, ഞെട്ടിത്തിരിച്ചു. കാരണം നഗ്നമായിട്ട് ഒരു മൃതദേഹം, ആരാണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഇൻഫോം ചെയ്യുകയും അടുത്തുള്ള ആളുകൾ ഇൻഫോം ചെയ്യുകയും ഡോക്ടർമാരെയും ആളുകൾ ഇൻഫോം ചെയ്യുകയും ഓടി വരികയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് തങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. ക്രൂരമായ പീഡനം, വളരെ ക്രൂരമായ പീഡനം. ഈ കുട്ടി കണ്ണാട ധരിക്കാറുണ്ടായിരുന്നു, സ്പെറ്റ്സ്. ആ കണ്ണാട ചില്ല് പൊട്ടിച്ച് കണ്ണിൽ കുത്തിയിറക്കി. കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിലെല്ലാം ബ്ലീഡിങ്, മുറിവുകൾ, ദേഹം മൊത്തം മുറിവുകൾ, കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. മൃഗീയമായിട്ട് പോലീസ് വരികയും
മറ്റുള്ള തുടർ നടപടികളെല്ലാം നോക്കുകയും CCTV പരിശോധിച്ചു. കാരണം CCTV ഉള്ളതുകൊണ്ട് അത് പരിശോധിച്ചു. അപ്പോഴാണ് ഒരാൾ അങ്ങോട്ട് കയറിപ്പോവുകയും ഒരാൾ ഇറങ്ങിപ്പോകുന്നതും കാണുന്നത്. അത് മറ്റൊരുമല്ല, അതേ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്ന ഒരു വോളണ്ടിയർ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ആളെ പൊക്കുകയും ആളെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ചോരക്കറ കണ്ടു, ചെരുപ്പിൽ ചോരക്കറ കണ്ടു. അപ്പോൾ ഉറപ്പിച്ചു ഇയാളാണ് ചെയ്തതെന്നുള്ള ഉറപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ആ സംഭവം പറയാം. ഈ മരിച്ച കുട്ടിയുടെ വീട്ടിലോട്ടൊരു കോള് പോയി ഈ സംഭവം നടന്നതിന് ശേഷം. കോളിൽ പറയുന്ന സംഭവം എന്താ, നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന്. വിളിച്ചത് കോള് ഈ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആളുകളാണ്. വന്നപ്പോൾ മകളെ കാണിച്ചു കൊടുത്തില്ല. അതിന് പകരം പറഞ്ഞ് നിങ്ങളെ മകൾ ഒരു വളരെയധികം സൈക്കിക്കായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പച്ചക്കള്ളം മാതാപിതാക്കളുടെ അടുത്ത് പറയേണ്ടത്. പച്ചക്കള്ളം പറയും. അപ്പോൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഈ കേസ് കുറച്ചും കൂടെ അന്വേഷണം വേണമെന്ന് മനസ്സിലാക്കുകയും CBIക്ക് കോടതി കൈമാറുകയും ചെയ്തു. ഓൾറെഡി ഒരാളവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. 2-3 കല്യാണം കഴിച്ചു. അതിൽ പീഡനം കാരണം ഭാര്യയെ ഇട്ടിട്ട് പോയി. പിന്നെ ആളുടെ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് വളരെ മോശമായിട്ടുള്ള ഫോൺ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഇതിൻ്റെ ഒരു വോളണ്ടിയർ ഒരാൾക്ക് ഇത്രത്തോളം ഇപ്പോൾ ആളെ വീട്ടിലോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിൽക്കാനോ ഉള്ളൊരു ഇതില്ല. അതുകൊണ്ടാണ് അന്വേഷണം CBI ഏൽപ്പിച്ചത്. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം വഴി കുറച്ച് റിപ്പോർട്ടുകൾ കാര്യങ്ങൾ കിട്ടിയത്. അതിൽ കാര്യങ്ങളൊക്കെ പോയത് കൊണ്ട് കുറച്ച് റിപ്പോർട്ട്സ് കിട്ടി. അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ കുട്ടിയെ ഒരാൾ മാത്രമല്ല പീഡിപ്പിച്ചത്, പലരും പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പ്രക്ഷോഭം. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട് എന്നുള്ള സത്യം. ആരാണ് അവർ, എന്തിനവരിത് ചെയ്തു എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടി കിടന്ന സെമിനാർ ഹാളിൻ്റെ ഒരു മതിലെന്ന് പറയാൻ പറ്റില്ല, ആ വാതിലെന്ന് പറയാൻ പറ്റില്ല, ചുമര് അതങ്ങ് പൊളിച്ച് കളഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ എവിടെയും കേൾക്കാത്ത സംഭവം കേട്ടോ. ഈ ചുമര് പൊളിച്ച് കളഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം, ഒരു കേസ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സംഭവം എടുത്ത് പൊളിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമാണ് എന്തിനത് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് രാജ്യമൊട്ടെ ഇതിന് പ്രക്ഷോഭവും പ്രതിഷേധവുമായിട്ട് സ്റ്റുഡൻസ് ഇറങ്ങിയിട്ടുള്ളത്, മെഡിക്കൽ സ്റ്റുഡൻസ്. കാരണം ഈ കുട്ടിയുടെ കൊലപാതകം, ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം ആര് ചെയ്തു, എന്തിന് ചെയ്തു, ആരൊക്കെ അതിലെ ഭാഗമാണ്, കോളേജിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയണം. കാരണങ്ങൾ പറയാം. ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ എല്ലാവരും ഭീതിയിലാണ്. ആർക്ക് നാളെ എന്ത് വേണമെന്ന് സംഭവിക്കാം. യാതൊരു പ്രൊട്ടക്ഷനില്ല, യാതൊരു സേഫ്റ്റി ഇല്ല അവരുടെ ലൈഫിൽ. അവർ ഈ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഭീതിയിലാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്ക് പോയി, വീട്ടുകാർക്ക് പോയി. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ആളുകൾ സമരത്തിലോട്ട് ഇറങ്ങുന്നത്, ആണും പെണ്ണും ഒന്നിച്ചുകൊണ്ട്, അത് ഇന്ത്യ മൊത്തം. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമായിട്ട് കാണരുത്. പീഡനം, സ്ത്രീകളോടുള്ള അതിക്രമം, കുറ്റകൃത്യം. ഈ കുറ്റകൃത്യത്തിന് വധശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷ കൊടുക്കാൻ പാടില്ല. സൗദി നിയമം തന്നെ ഇവിടെ വരണം. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇത്രത്തോളം ഒരു കൊലപാതകിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയില്ല. കുറേ അവർ തീറ്റിപ്പൊറ്റി ജയിലിലിട്ടിട്ട് ലാസ്റ്റ് ഒരു കുട്ടിയെ മാനഭംഗം പെടുത്തി പീഡിപ്പിച്ച് കൊന്നിട്ട് അവരെ കയ്യും വീശി ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനസാക്ഷിക്ക് നിരക്കണ കാര്യമല്ല. നമുക്കുമില്ലേ മക്കളൊക്കെ, അല്ലേ? എല്ലാവർക്കും മക്കളില്ലേ, പെൺമക്കളുണ്ട്. നാളെ അവർക്കാണ് ഗതി വരുന്നതെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്തുക. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ അറിയിക്കും. എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.